നമസ്കാരം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ എളവള്ളി സ്വദേശിക്ക് ദാരുണാന്ത്യം. KT ഐസ് പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മായിനുദ്ദീൻ ജിസ്നിയാണ് മരിച്ചത്. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. പടിഞ്ഞാറേ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നതും ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിലൂടെ ഒഴുകിയതും. വിഷുരാത്രിയിൽ കാണിപ്പയ്യൂരിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര പാടം കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിന് നേരെ ആക്രമണം. 100ഓളം കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ എളവള്ളി സ്വദേശിക്ക് ദാരുണാന്ത്യം. KT ഐസ് പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മായിനുദ്ദീൻ ജിസ്തിയാണ് മരിച്ചത്. പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാംകല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ടോറസിനടിയിൽപ്പെട്ട മൊയ്നുദ്ദീൻ ജിസ്നിയെ നാട്ടുകാരും കണ്ടശാങ്കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. പടിഞ്ഞാറേ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിലൂടെ ഒഴുകിയത്. പൈപ്പ് പൊട്ടി അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വെള്ളക്കെട്ടായി. ഇത് വ്യാപാരികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി. മണിക്കൂറുകളോളം വെള്ളം ഒഴുകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും നിലവിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്രയധികം വെള്ളം പാഴായിപ്പോയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവ ചൂണ്ടിക്കാട്ടാനോ പരാതിപ്പെടാനോ കൃത്യമായ ഒരു സംവിധാനമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൈപ്പ് പൊട്ടിയാൽ അത് പരിഹരിക്കാനോ പരാതി കേൾക്കാനോ ഇവിടെ ആളില്ലാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകൻ ഹാഷിം തിരുവത്ര പറഞ്ഞു. ഏകദേശം രാവിലെ ഒരു 10-10:30 മണി സമയത്ത് JCB വന്നിട്ട് ഇവിടെ മാന്തിയതാ. മാന്തിയിട്ട് ഇവിടെ വലിയ ശക്തമായിട്ട് വെള്ളങ്ങൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് വെള്ളം ഇവിടെ കുടിവെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുദ്ധജലത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോഴാണ് വെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ആരടുത്ത് പരാതി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. അതിന് ബന്ധപ്പെട്ട ഇവിടെ ആരുമില്ല. ഇവിടെ കുറെ ബംഗാളികളുണ്ട്. അവരടുത്ത് പറയാം ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കുടിക്കാൻ പറയും, ഞങ്ങൾ കുടിച്ചെന്നും പറയണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല NHന്റെ ഇവിടെ. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നാളെ മുതൽക്കൂടെ നിരാഹാരം കെടുക്കാൻ പോവാ. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിഷുരാത്രിയിൽ കാണിപ്പയ്യൂരിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. കാണിപ്പയ്യൂർ 16-ാം വാർഡ് അന്നംകുളങ്ങര പാടം കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. പമ്പ് ഹൌസിലെ ELCB കോയിൻ ഉപയോഗിച്ച് മനഃപൂർവ്വം ട്രിപ്പാക്കിയതിനെ തുടർന്ന് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഇതാദ്യമായല്ല ഈ പമ്പ് ഹൌസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പമ്പ് ഹൌസിന്റെ ലോക്കിനുള്ളിൽ സൂപ്പർ ഗ്ലൂ ഒഴിച്ച് നശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിതരണം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അതിക്രമം ഉണ്ടായത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ജലവിതരണ കമ്മിറ്റിയുടെയും ആവശ്യം. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു.
നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിലും ടെലിഫോൺ പോസ്റ്റും ഇടിച്ച് തകർത്തു. അപകടത്തിൽ യാത്രികന് പരിക്കേറ്റു. കിഴക്കിയാളൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രികനായ മറ്റം സ്വദേശി ഏറത്ത് വീട്ടിൽ അശോകൻ മകൻ മിഥുനാണ് പരിക്കേറ്റത്. ഇയാളെ കേച്ചേരി ആക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കേച്ചേരി ഭാഗത്തുനിന്ന് മറ്റം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട് ആദ്യം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലും തുടർന്ന് റോഡിന്റെ വശത്ത് നിന്നിരുന്ന ടെലിഫോൺ പോസ്റ്റിലും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയ സ്കൂൾ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ കളരിപ്പയറ്റിൽ എതിരാളികളെ നിഷ്പ്രഭരാക്കി കേരളത്തിന്റെ പടയോട്ടം. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും സ്വർണം തൂത്തുവാരി കേരളം സമ്പൂർണ്ണാധിപത്യം നേടി. കളരിപ്പയറ്റ് ആദ്യമായി ദേശീയ കായികവേദിയിലെത്തിയപ്പോൾ തന്നെ സുവർണ നേട്ടത്തോടെ അത് അവിസ്മരണീയമാക്കാൻ കേരള സംഘത്തിന് കഴിഞ്ഞു. നെടുവടിപ്പയറ്റ് അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പി ആദിൽ, കെ യജുർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘം സ്വർണം നേടി. ഈ വിഭാഗത്തിൽ എസ് പുണ്യശ്രീ, വി നിവേദ്യ എന്നിവരും സുവർണ നേട്ടത്തിൽ പങ്കാളികളായി. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സി കീർത്തനയും പി ശ്രീകൃപയുമാണ് സ്വർണം കൈവരിച്ചത്. അണ്ടർ 19 ആൺകുട്ടികളുടെ പോരാട്ടത്തിൽ കെ ഭഗത് ജനൻ, അതിരത് സുജിത് എന്നിവർ കേരളത്തിനായി സ്വർണമണിഞ്ഞു. മെയ്പയറ്റ് അണ്ടർ 17 വിഭാഗത്തിൽ തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി വേദ്നാഥ് കുനത്തും അണ്ടർ 19 വിഭാഗത്തിൽ പാലക്കാട് സ്വദേശി അതുൽ രാജും സ്വർണം നേടി. പെൺകുട്ടികളുടെ അണ്ടർ 17 മെയ്പയറ്റിൽ എസ് പുണ്യശ്രീക്കും അണ്ടർ 19 വിഭാഗത്തിൽ അഭിന ബാബുവിനുമാണ് സുവർണ നേട്ടം. അണ്ടർ 17 പെൺകുട്ടികളുടെ ചുവടുകളിൽ ഇ പി സാന്ദ്രയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പി മുഹമ്മദ് ഷാഹിലും സ്വർണം നേടി കേരളത്തിന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദേശീയതലത്തിൽ കളരിപ്പയറ്റിന് ലഭിച്ച പുതിയ അംഗീകാരത്തിൽ കേരളത്തിന്റെ കരുത്തുറ്റ സാന്നിധ്യം അറിയിക്കുന്ന പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. 9ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവ നഗരിയിൽ സ്ഥാപിക്കാൻ ശില്പമൊരുക്കി ജോത്സൻ വേലൂർ. അന്തരിച്ച പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനാണ് ജോത്സൻ. തുടർച്ചയായി 4ാം തവണയാണ് ഗ്രാമകം നാടകോത്സവത്തിന് ജോത്സൻ ശില്പം തയ്യാറാക്കുന്നത്. അതിനുമുമ്പ് ശില്പി ജോൺസൺ വേലൂരാണ് ശില്പങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ജോത്സൺ ഈ ദൌത്യം നിറവേറ്റുകയായിരുന്നു. മുതലയും മത്സ്യവും എന്ന ആശയം അടിസ്ഥാനമാക്കിയാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഫൈബറിൽ തീർത്ത ശില്പത്തിന് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിറങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ ഗ്രാമകം നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഒരു ശില്പം ചെയ്യുന്നത്. മുമ്പ് പപ്പ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ 4 വർഷമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു ചെറിയ ആശയം മുതലയും മത്സ്യവും എന്നൊരു ചെറിയ ആശയം അതിനടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ ഫൈബർ ഗ്ലാസ്സിലാണ് ഈ വർക്ക് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ സംഭവങ്ങളൊക്കെ കുറേശ്ശെ വുഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ആകർഷകമായ കളറും പെയിൻറ്റിങ് എന്ന രീതിയിൽ ഇപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കളർഫുൾ ഫോർമാറ്റിൽ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അവസാനിപ്പിച്ചുകൊണ്ടിരിക്കണം. അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം നടന്നു. തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് 7:30 നിത്യസഹായ മാതാ ഓഡിറ്റോറിയത്തിൽ നടന്ന അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഫ്രാൻസിസ് സാളൂർ നിർവഹിച്ചു. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ ആശംസകൾ അർപ്പിച്ചു. നൃത്താധ്യാപിക കലാമണ്ഡലം ഭവ്യ വിപിൻദാസിന്റെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 6 കുട്ടികളാണ് ഭരതനാട്യത്തിൽ അരങ്ങേറിയത്. പുഷ്പാഞ്ജലി, അലാരിപ്പ്, പരലോകം വിട്ട്, പരിശുദ്ധ ജപമാല രാജ്ഞി, തില്ലാന എന്നീ ഭാഗങ്ങളാണ് ഭരതനാട്യത്തിൽ അരങ്ങേറിയത്. തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് ജനറൽ കൺവീനർ CT ജെയിംസ്, കൺവീനർ TJ ജിനു, ജോയിന്റ് കൺവീനർ റിജോ തരകൻ എന്നിവർ അരങ്ങേറ്റത്തിന് നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള അരങ്ങേറ്റം കാണാനായി നിരവധി പേരാണ് എത്തിയത്.
തിരുനാൾ ആഘോഷത്തിനിടെ അരങ്ങേറിയ സാൽവെ റെജീന ദ ഗ്രാൻഡ് കൊയർ ശ്രദ്ധേയമായി. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ CLC സംഘടന രൂപീകൃതമായി 100-ാം വർഷം പൂർത്തിയായതിന്റെ ഭാഗമായാണ് മറ്റം നിത്യസഹായ മാതാവിന്റെ 88-ാം തിരുനാളിനോടനുബന്ധിച്ച് സാൽവെ റെജീന ദി ഗ്രാൻഡ് കൊയർ അരങ്ങേറിയത്. വ്യത്യസ്ത ഭാഷകളിൽ മാതാവിനെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ ഇടവകയിലെ 100 CLC പ്രവർത്തകർ ചേർന്ന് ആലപിച്ച സാൽവെ റെയ്ജിന ദി ഗ്രാൻഡ് കൊയർ വിശ്വാസികൾക്ക് പുതിയ അനുഭവമായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിലെ വേദിയിൽ അരങ്ങേറിയ ഗ്രാൻഡ് കൊയർ സദസ്സിനെ സ്വർഗീയ അനുഭൂതിയിലാക്കി. ഇടവകയിലെ ജൂനിയർ, യൂത്ത്, സീനിയർ CLC പ്രവർത്തകരും സാൻതോം കൊയറും ചേർന്നാണ് മരിയൻ ഗാലാപനത്തിന് നേതൃത്വം നൽകിയത്. മറ്റം CLCയുടെ ശതാബ്ദി സമാപനം നവംബറിൽ നടക്കും. മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. KM മാണി കർഷക സമിതി മരത്തംകോട് കേരള യൂത്ത് ഫ്രണ്ട് M കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന കമ്മിറ്റി അംഗവും KM മാണി കർഷക സമൃദ്ധിയുടെ ചെയർമാനുമായ KB ബജീഷ് അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് മുഹമ്മദ്, മാലിക്, നൌഷാദ് പുത്തൻപീടിയിൽ, അഷ്റഫ്, KC ബാലകൃഷ്ണൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ പൈതൃക വിജ്ഞാനങ്ങളായ വാസ്തുവിദ്യയും ജ്യോതിശാസ്ത്രവും സമന്വയിപ്പിച്ച് തലമുറകളിലൂടെ കൈമാറുന്ന കാണിപ്പയ്യൂർ പാരമ്പര്യം ഇന്നും നവീകരണത്തോടെ മുന്നേറുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. 7 തലമുറകളിലൂടെ തുടരുന്ന വാസ്തു ജ്യോതിഷ വിദ്യയുടെ പരമ്പരാഗത ഇടം കൂടിയാണ് ഇവിടം. കാണിപ്പയ്യൂർ മന കേരളത്തിലെ പ്രമുഖ നമ്പൂതിരി മനകളിലൊന്നാണ്. 7 തലമുറകളായി വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ക്ഷേത്രവിദ്യ, ആയുർവേദം തുടങ്ങിയ വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യുന്ന ഈ മന ഒരു സാധാരണ വാസസ്ഥലം മാത്രമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന പൈതൃകത്തിന്റെ പ്രതീകമാണ്. ക്ഷേത്രം, പാതായപ്പുര, കുളം എന്നിവയോടുകൂടി പരമ്പരാഗത അന്തരീക്ഷം നിലനിർത്തി പോരുന്ന കുടുംബം. കാണിപ്പയ്യൂർ കുടുംബം ക്ഷേത്ര നിർമ്മാണത്തിലും നിർമ്മിതി സ്ഥാന നിർണയത്തിലും കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല വിദേശത്തുൾപ്പെടെ പ്രസിദ്ധമാണ്. വാസ്തുവിദ്യാ നിർണയത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന പാരമ്പര്യവും കൃത്യതയും അച്ചടക്കവുമാണ് കാണിപ്പയ്യൂർ മനയുടെ പ്രശസ്തി വാനോളം ഉയർത്തുന്നത്. ജ്യോതിശാസ്ത്രത്തിലും ഇന്നും കാണിപ്പയ്യൂർ മന ഒന്നാമതാണ്. എന്റെ അച്ഛന്റെ മുത്തശ്ശനായിട്ടുള്ള ഈ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ കാലം മുതൽക്ക് മറ്റതൊക്കെ പണ്ട് ബ്രാഹ്മണര് മറ്റുള്ള ആൾക്കാരുടെ ഗൃഹങ്ങളിൽ പോവുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ട് മറ്റുള്ളവരിലേക്ക് ഇടപെട്ട കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു. അത് ശങ്കരൻ നമ്പൂതിരിപ്പാടായിട്ട് തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും അദ്ദേഹമായിട്ടാണ് ആദ്യം ബാംഗ്ലൂരിലും മദ്രാസിലും ഓരോ അയ്യപ്പ ക്ഷേത്രങ്ങൾക്ക് സ്ഥാനനിർണയത്തിന് പോയത്. അവിടെ പോയി സ്ഥാനനിർണയം ചെയ്തു കൊടുത്തു. അതൊക്കെ ഈ മറ്റുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് മറ്റുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വിഷയങ്ങളെ കൂടുതൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരികയും അത് പ്രാദേശികമാക്കുകയും ഈ വിഷയത്തിന്റെ പ്രാധാന്യവും അറിവും ഒരു അവയർനെസ്സും ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ കാണിപ്പയ്യൂർ മന വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശങ്കരൻ കൃഷ്ണ നമ്പൂതിരിപ്പാടായാലും അതിനുശേഷം വന്നിട്ടുള്ള ഞങ്ങൾ ഇന്ന് ഒരു 5-6 പേര് ഈ കുടുംബത്തിൽ വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്നുണ്ട്. തലമുറകളിലൂടെ കൈമാറി വന്ന ജ്യോതിശാസ്ത്രത്തിന്റെ പാരമ്പര്യവും അറിവുകളും നിലനിർത്തുന്നതിനോടൊപ്പം അത് പൊതുസമൂഹത്തിലേക്ക് കൂടി അച്ചടിയിലൂടെ പകർന്നു നൽകുകയാണ് കാണിപ്പയ്യൂർ മന.
മന്ത്രങ്ങൾ അച്ചടിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയതിലൂടെ അറിവ് ബ്രാഹ്മണരിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ക്ഷേത്രവിദ്യ മുതൽ സാമൂഹിക ജീവിതം വരെ ഈ പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറി. വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, മന്ത്രതന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിൽ കാണിപ്പയ്യൂർ പ്രസ്സും നിർണായക പങ്കുവഹിച്ചു. ഗുരുവായൂർ ദേശത്തിന്റെ പഞ്ചാംഗം, മലയാള മനോരമ, കേരള കൗമുദി എന്നിവയുടെ പഞ്ചാംഗങ്ങൾ ഇവിടെ അച്ചടിച്ചു വരുന്നുണ്ട്. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള യോഗക്ഷേമ പഞ്ചാംഗം കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള പഞ്ചാംഗങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. കാലം മാറിയാലും പാരമ്പര്യ വിജ്ഞാനങ്ങളെ സംരക്ഷിച്ച് പാരമ്പര്യവും പൈതൃകവും പുതിയ തലമുറയിലേക്ക് കൈമാറുകയാണ് കാണിപ്പയ്യൂർ മന. പെരുമ്പിലാവിൽ ടെമ്പോ ട്രാവലറും കാറും കൂട്ടിയിടിച്ച അപകടം. കോഴിക്കോട് റോഡിലെ KR റെസ്റ്റോറന്റിന് മുൻപിൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ചങ്ങരംകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്ന ട്രാവലറും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ കോട്ടയം കുമരകം സ്വദേശി 35 വയസ്സുള്ള പ്രവീൺ കുമാർ, ട്രാവലറിലെ യാത്രക്കാരായ ചങ്ങരംകുളം സ്വദേശി 43 വയസ്സുള്ള സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ട്രാവലറിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 15ഓളം പേർ ഉണ്ടായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പ് ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നടക്കും. രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കുമായി 99 61 05 20 24 86 06 82 91 89 93 87 10 05 55 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 99 61 05 20 24 86 06 82 91 89. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് പൂര മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 22-ന് നാടൻ കലകളുടെ വരവ് പൂരങ്ങളും 23-ന് ആനപ്പൂരവും നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി MK ചന്ദ്രൻ, ട്രഷറർ അനിൽ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, മുൻ സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ എന്നിവർ അറിയിച്ചു. പൂരത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും. പറയുകയാണെങ്കിൽ വിഷുദിനത്തിൻ്റെ അന്ന് നമ്മുടെ കൊടിയേറ്റം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 10 ദിവസം നമ്മുടെ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കലാപരിപാടികൾ ഏപ്രിൽ 17-ാം തീയതി മുതൽ ആരംഭിക്കും. ഏപ്രിൽ 17-ാം തീയതി നാട്ടിലെ കുട്ടികളുടെ വീരനാട്യ കലാപരിപാടിയും പിന്നെ 2 ദിവസം സംഘസാരിയുടെ നേതൃത്വത്തിലുള്ള 18-19 കുട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാമും അത് കഴിഞ്ഞതിന് ശേഷം ഗാനമേളയും നാട്ടിൽ നിന്നുള്ള പരിപാടി 17-ാം തീയതി ആരംഭിക്കുകയാണ്. ഇതിന് 18-19 സംഘസാരഥിയുടെ ദേശത്തെ കലാകാരന്മാരെയും കലാകാരികളെയും സൈറൺ എന്ന് പറയുന്ന തൃശ്ശൂർ ടീമിന്റെ സൈറൺ എന്ന് പറയുന്ന ഒരു നാടകം, അതുപോലെ തന്നെ സംഘസാരഥി ഗാനമേള കമ്മിറ്റിയുടെ ഒരു കൊച്ചിൻ കാർണിവൽ അവതരിപ്പിക്കുന്ന ചാനൽ താരങ്ങൾ അണിനിരക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഗാനമേളയുണ്ട്. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ വലിയ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 25-26 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഡീക്കൻ ജോബി എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ജോസഫ് ലിയോ ഊട്ടി, ജെയ്സൺ വടുക്കൂട്ട്, ജോസൺ KA, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കും യൗസേപിതാവിൻ സ്തുതിഗീതങ്ങൾക്കും നടുവിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് കൊടിമരത്തിൽ തിരുനാൾ പതാക ഉയർന്നത്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള പാവർട്ടി തിരുനാൾ ജാതിമതഭേദമന്യേ നാനാ തുറകളിലുള്ള ജനങ്ങൾ ഒത്തുചേരുന്ന സ്നേഹസംഗമം കൂടിയാണ്. കൊടിയേറ്റത്തോടെ പാവർട്ടി പ്രദേശം ഇനി തിരുനാൾ തിരക്കുകളിലേക്ക് അമരുകയാണ്. വരും ദിവസങ്ങളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും പ്രദക്ഷിണങ്ങളും തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് പള്ളിക്കമ്മിറ്റിയും പ്രാദേശിക ഭരണകൂടവും ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുമ്പോൾ പുറം പണിയെടുക്കുന്നവർ ചൂട് സഹിക്കാനാവാതെ വലയുകയാണ്. കുന്നംകുളം പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും ബസ് കണ്ടക്ടർമാരും കൂലിപ്പണിക്കാരും ചൂടുകൊണ്ട് ഉരുകിയാണ് ഉപജീവന മാർഗം തുടരുന്നത്. ഉയർന്ന താപനിലയും കനത്ത ചൂടുകാറ്റും ഇവരുടെ ദിനംപ്രതിയുള്ള ജോലി കൂടുതൽ കഠിനമാക്കുകയാണ്.
ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ റോഡിൽ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. വെള്ളം കുടിച്ചാലും ശരീരം വേഗം ക്ഷീണിക്കുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. 12 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യാൻ പാടില്ല, നമുക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ വീട് പട്ടിണിയാവുക. പിന്നെ ഓട്ടം ഒരു കുറവാണ്. ഉച്ചയ്ക്ക് ഈ ചൂടത്തെ കുപ്പിവെള്ളം വരെ കയ്യിൽ വെച്ചിട്ടിരിക്കും. ഇത്രയും ചൂടാൻ സഹിക്കാൻ പറ്റും. അതായത് മനസ്സിലായില്ല, ബുദ്ധിമുട്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. വെള്ളം അതും അത്രയും നല്ല. ഉച്ചസമയം ആയാൽ യാത്രക്കാർ പുറത്തിറങ്ങാത്തതും വരുമാനത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ബസ് കണ്ടക്ടർമാരുടെയും അവസ്ഥ വ്യത്യസ്തമല്ല. പുറത്തെ ചൂടും ബസ്സിനുള്ളിലെ തിരക്കും ഒരുമിച്ച് വരുമ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെന്ന് ബസ് ഡ്രൈവർമാരും പറയുന്നു. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടപ്പോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചൂടുകളാണ്. വണ്ടിയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 മണി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പം നിങ്ങൾ 2000 രൂപ ബാലൻസ് കൊടുത്തതിന് വേണ്ടി ഇപ്പോൾ 1000 രൂപ ബാലൻസ് കൊടുക്കുക. മനസ്സിലായോ? അതായത് ചൂട്ടത്തെ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതാണ് സംഭവം. കൂലിപ്പണിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർ അനുഭവിക്കുന്ന അവസ്ഥയും ദയനീയമാണ്. തുറസായ ഇടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുകയാണ്. ഇത് ഒഴിവാക്കാൻ രാവിലെ നേരത്തെ തുടങ്ങിയും വൈകുന്നേരം വൈകി ജോലി ചെയ്തുമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. വെയിലുള്ളുമ്പോൾ നല്ല തലകറക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കയ്യിലെ കാലിലെല്ലാം നല്ല പൊള്ളലേൽക്കുന്ന പോലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ടൈം മാറ്റി. പിന്നെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാ ആളുകളോട് തന്നെ പറയാനുള്ളത്, നമുക്ക് വൈകുന്നേരത്ത് കുറച്ച് നേരം വഴിയാലും കുഴപ്പമില്ല, നേരത്തെ ഇറങ്ങുക. പലരും വെള്ളത്തിന് പുറമെ നാരങ്ങ വെള്ളം, മോര് തുടങ്ങിയവ പതിവായി കുടിച്ചും തലയിൽ തുണി കെട്ടിയും ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ശക്തമായ ചൂടിൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ആവശ്യമായ വെള്ളം കുടിക്കുക, സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കുക, ലഘുവായ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാൻ കൂടുതൽ സൗകര്യങ്ങളും പിന്തുണയും വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സഹിക്കാൻ പറ്റില്ല. എത്ര കുപ്പി വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു പിടുത്തമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ചൂട് എവിടെ കൊണ്ടെത്താ അവസാനിക്കുന്ന ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുന്നത്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി ചെറുതായി ആരംഭിക്കാവുന്ന നഴ്സറി കൃഷി ഇന്ന് സജീവമാണ്. പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും ഈ മേഖലയെ ആശ്രയിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി തുടങ്ങി. കുന്നുകുളം മേഖലയിലും നഴ്സറി കൃഷി വിപണി കീഴടക്കുകയാണ്. അലങ്കാര ചെടികൾ, പൂച്ചെടികൾ, ബലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുടെ ഉൽപാദനവും വിൽപ്പനയും കുന്നംകുളം മേഖലയിൽ വ്യാപകമാണ്. വീടുകളിൽ ചെറുതായി ഗാർഡൻ ഒരുക്കാനുള്ള ആളുകളുടെ താൽപര്യം വർദ്ധിച്ചതും ഈ മേഖലയുടെ വളർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. കൂടാതെ നഗരപ്രദേശങ്ങളിലേക്കുള്ള ആവശ്യവും കുന്നംകുളം നഴ്സറികൾക്ക് വിപണിയിലെ സാധ്യത ഇരട്ടിയാക്കി. കൃഷിയിൽ മുൻപരിചയമില്ലാത്തവർക്കും എളുപ്പത്തിൽ ആരംഭിക്കാനാവുന്ന തൊഴിൽ മേഖലയാണ് നഴ്സറി കൃഷി. കുറഞ്ഞ സ്ഥലവും കുറഞ്ഞ നിക്ഷേപവും കൊണ്ട് തുടങ്ങാനാകുന്നതാണ് പ്രധാന ആകർഷണം. ചിലർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ചെടികൾ വിപണനം ചെയ്യുന്നുണ്ട്. സർക്കാർ തലത്തിൽ ലഭിക്കുന്ന പരിശീലന ക്ലാസുകൾ, സബ്സിഡികൾ, ഗുണമേന്മയുള്ള വിത്തുകൾ, തൈകൾ ലഭ്യമാക്കൽ തുടങ്ങിയവ ആളുകൾക്ക് ഈ രംഗത്തേക്ക് കടന്നുവരാനുള്ള പ്രചോദനമാകുന്നുണ്ട്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം മൂലം ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കീടരോഗങ്ങൾ, വിപണിയിലെ മത്സരം എന്നിവ കർഷകർക്ക് ആശങ്കയാകുന്നുണ്ട്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിലനിർത്താനും സ്ഥിരമായി വിപണി ഉറപ്പാക്കാനും കൂടുതൽ ശാസ്ത്രീയമായ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം മറികടന്ന് ഭാവിയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകളും നവീകരണങ്ങളും ഉൾക്കൊണ്ട് ഈ മേഖല കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മണ്ഡല മഹോത്സവ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷുദിനത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം എ രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രസിഡന്റ് AS രവീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുഷ ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ AS ചന്ദ്രൻ, E രവീഷ്, റോയ് ആന്റോ, പരമേശ്വരൻ അണ്ടേക്കാട്ടിൽ, PU പ്രമോദ് കുമാർ, KA ചന്ദ്രൻ, ജയശ്രീ സുരേഷ്, രാഹുൽ പണിക്കത്ത്, EM അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ മുൻ ചെയർമാൻ പരേതനായ പുളിക്കൽ അബുൽ ജലാൽ മൗലവിയുടെ മകനും അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദിന്റെ സഹോദരനുമായ മണ്ണാർക്കാട് പള്ളിപ്പടി സ്വദേശിയും അലൈനിൽ സ്ഥിര താമസക്കാരനുമായ മുഹമ്മദ് അലി നിര്യാതനായി.
70 വയസ്സായിരുന്നു. അലൈൻ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം 42 വർഷത്തോളമായി അലൈൻ കോടതിയിൽ ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. 52 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുകയായിരുന്ന ഇദ്ദേഹം ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച 12 മണിയോടെ അലൈനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. റംല, ഫഹീമ എന്നിവർ ഭാര്യമാരാണ്. ഹിഷാം, ഹിബ, ഹുദ, ഹിലാൽ, ഹനാദി, ഹൈഫ എന്നിവർ മക്കളാണ്. ഖബറടക്കം അലൈൻ അൽജീമി ഖബർസ്ഥാനിൽ നടത്തും. കുന്നംകുളം വൈശ്ശേരി രാജധാനി കോർണറിൽ താമസിക്കുന്ന മങ്ങാട് ചീരൻ ചെറിയാൻ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മങ്ങാട് പള്ളി സെമിത്തേരിയിൽ നടത്തും. ചെറീഷ്, ഷെറീൻ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ എളവള്ളി സ്വദേശിക്ക് ദാരുണാന്ത്യം. KT ഐസ് പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മായിനുദ്ദീൻ ജിസ്തിയാണ് മരിച്ചത്. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. പടിഞ്ഞാറെ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നതും ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിലൂടെ ഒഴുകിയതും. വിഷുരാത്രിയിൽ കാണിപ്പയ്യൂരിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. കാണിപ്പയ്യൂർ അന്നംകുളങ്ങരപ്പാടം കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിന് നേരെയാണ് ആക്രമണം. 100ഓളം കുടുംബങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.